മമ്മൂട്ടി, വിനായകൻ കൂട്ടുകെട്ടിൽ വൻ വിജയം നേടിയ ചിത്രമാണ് കളങ്കാവൽ. നവാഗതനായ ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത ചിത്രത്തിൽ മമ്മൂട്ടി പ്രതിനായകനായും വിനായകൻ നായകനുമായി എത്തി എന്നതിലാണ് ഏറ്റവും വലിയ പ്രത്യേകത. മമ്മൂട്ടിയുടെ അഭിനയ ജീവിതത്തിലെ അനവധി വ്യത്യസ്ത ഭാവങ്ങൾ പ്രേക്ഷകർ കണ്ടിട്ടുണ്ടെങ്കിലും കളങ്കാവിൽ അദ്ദേഹത്തിന്റെ പ്രകടനത്തിന്റെ പീക്ക് ലെവലാണെന്ന് പറയാം. ചിത്രത്തിൽ സീരിയൽ കില്ലറായ സ്റ്റാലിദാസ് എന്ന കഥാപാത്രമായി മമ്മൂട്ടി എത്തുമ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസ് ഓഫീസറായിട്ടാണ് വിനായകൻ എത്തുന്നത്. തിയേറ്ററുകളിൽ വൻ വിജയം നേടിയ ചിത്രം OTTയിലും മികച്ച പ്രതികരണത്തോടാണ് മുന്നേറുന്നത്. ഏത് കഥാപാത്രമായാലും അതിൻ്റെ പുതുമ കണ്ടെത്താൻ ശ്രമിക്കുന്ന നടനാണ് മമ്മൂട്ടി. തൻ്റെ കഥാപാത്രങ്ങൾക്ക് സ്വന്തമായ ഒരു കയ്യൊപ്പ് നൽകുന്നതിൽ അദ്ദേഹം എപ്പോഴും വിജയിച്ചിട്ടുണ്ട്. കളങ്കാവൽ ഇതിന് മികച്ച ഉദാഹരണമാണ്. നായകനായും പ്രതിനായകനായും ഒരുപോലെ പ്രേക്ഷകരെ വിസ്മയിച്ച മമ്മൂട്ടി ഈ ചിത്രത്തിൽ വില്ലൻ വേഷത്തോടെ വീണ്ടും ഞെട്ടിച്ചു. ബ്രഹ്മയുഗം, പുഴു, വിധേയൻ തുടങ്ങിയ സിനിമകളുടെ മമ്മൂട്ടിയുടെ പ്രതിനായ ഛായ പ്രേക്ഷകർ മുൻപേ കണ്ടതാണ്. എന്നാൽ കളങ്കാവൽ ആ നിരയിൽ മറ്റൊരു ശക്തമായ അടയാളമായി മാറുന്നു. ഈ സിനിമയുടെ വിജയത്തിന്റെ വലിയൊരു ഭാഗം മമ്മൂട്ടി എന്ന നടന്റെ പെർഫോമൻസ് മാത്രം കൊണ്ടാണ് നേടിയതെന്ന് പറയാം. സ്റ്റാലിദാസ് എന്ന കഥാപാത്രത്തിന് ഏറ്റവും മൂർച്ചയേറിയ വശം വെളിപ്പെടുത്തുന്ന ഒരു ഡയലോഗ് സിനിമയിലുണ്ട്. എടാ ഈ വിശപ്പ് വിശപ്പ് എന്ന് പറഞ്ഞ സാധനം നത്തിന് മാത്രമുള്ളതല്ല. എലിയായി ജനിച്ചിരുന്നെങ്കിൽ വല്ല പാമ്പിനെയോ പരുന്തിനെയോ വായിൽ ഒതുങ്ങിയിട്ടേ പറയത്തുള്ളൂ. അതെങ്ങനെയാ അപ്പോൾ അതിൻ്റെ ഇടയിൽ വന്ന് ചത്തുപോയി എലിക്ക് വേണ്ടി ഗുണവധികാരം അടിക്കാൻ നിൽക്കരുതെന്ന് മനസ്സിലായോ? ഈ ഒരൊറ്റ ഡയലോഗ് മതി സ്റ്റാലി എന്ന കഥാപാത്രത്തിൻ്റെ ക്രൂരതയും അതിനോടൊപ്പം മമ്മൂട്ടിയുടെ അഭിനയമുഖവും എത്ര ശക്തമാണെന്ന് വ്യക്തമാക്കാൻ. ഇരകളായ സ്ത്രീകളോട് പ്രണയം നടിച്ച് അവരെ കൊലപ്പെടുത്തുമ്പോൾ ഒരു സൈക്കോപാത്തിന് ലഭിക്കുന്ന ആനന്ദം മമ്മൂട്ടി പ്രകടിപ്പിക്കുന്ന രംഗങ്ങൾ ഈ കളങ്കാവലിനെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുന്നു. ഇത്തരമൊരു അഭിനയ മികവ് പ്രേക്ഷകർ പുഴു എന്ന ചിത്രത്തിലും കണ്ടറിഞ്ഞു. ഹർഷത്, ഷർഫു, സുഹാസ് എന്നിവർ ചേർന്ന് രചിച്ച് നിർവഹിച്ച നവാഗതനായ രത്തിന സംവിധാനം ചെയ്ത പുഴുവിൽ കടുത്ത സവർണ ചിന്താഗതിയുള്ള അച്ഛനായിട്ട് മമ്മൂട്ടി വേഷമിടുന്നു. സ്വന്തം മകന് എങ്ങനെ നടക്കണം, ഇരിക്കണം, ഭക്ഷണം കഴിക്കണം, പല്ല് തേക്കണം എന്നിങ്ങനെ വരെ നിയന്ത്രിക്കുന്ന ഒരേ ഒരു കഥാപാത്രം. പുഴു എന്ന ചെറുജീവിയെ പോലെ തന്നെ അസ്വസ്ഥത നിറയ്ക്കുന്ന മനോഭാവമാണ് ഈ കഥാപാത്രത്തിലെ മമ്മൂട്ടി പ്രേക്ഷകർക്ക് കൈമാറുന്നത്. മകൻ താഴ്ന്ന ജാതിയിലുള്ള കുട്ടികളുമായി കളിക്കുന്നതും ഭക്ഷണം പങ്കിടുന്നതും പോലും സഹിക്കാനാവാത്ത ഒരച്ഛൻ. മെഗാസ്റ്റാർ എന്ന തൻ്റെ പദവിയെ പൂർണ്ണമായും മറന്നുകൊണ്ട് മമ്മൂട്ടി ഈ കഥാപാത്രത്തെ സമീപിച്ചത്. അടുത്ത ആഴ്ച അവരുടെ കല്യാണമാ, നിനക്കൊക്കെ ഇത്രയും പ്രായമായില്ലേ, വല്ല കക്കൂസും കഴിച്ച് ജീവിക്കട എന്ന ഡയലോഗിൽ അദ്ദേഹത്തിൻ്റെ അഭിനയവും കാഠിന്യവും ഓരോ പ്രേക്ഷകരും നേരിട്ട് അനുഭവപ്പെടുന്നതാണ്. കളങ്കാവിലും പുഴുവിലും രണ്ട് വ്യത്യസ്ത തരത്തിലുള്ള സിനിമകളാണെങ്കിലും മമ്മൂട്ടി എന്ന നടൻ രണ്ടിലും ഒരേ അളവിലും ആഴത്തിലുള്ള പ്രകടനമാണ് കാഴ്ചവെച്ചത്. മമ്മൂട്ടി കഥാപാത്രം നായകനായും വില്ലനായും മനുഷ്യൻ്റെ ഇരുണ്ട മനസ്സുകളെ അത്ര ശക്തമായി അവതരിപ്പിക്കാൻ കഴിയുന്ന നടൻ ഇന്നും മമ്മൂട്ടി തന്നെയാണെന്ന് ഈ രണ്ട് സിനിമകളും ഉറപ്പിക്കുന്നു.